കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി അംഗവും കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക്. തന്നെ ബിജെപിയാക്കിയത് കോൺഗ്രസ് ആണെന്ന് പത്മജ വേണുഗോപാൽ. ഗുരുവായൂരപ്പ ഭക്തനും ലീഡർ കെ കരുണാകരന്റെ ആരാധകനുമായ തന്നെ തെരഞ്ഞെടുക്കാനുള്ള തീരുമാനം തൃശൂരിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നുവെന്ന് ടി.എൻ. പ്രതാപൻ എം.പി. പത്മജ വേണുഗോപാൽ പാർട്ടി വിടുന്നതോടെ കോൺഗ്രസിന്റെ വിശ്വാസ്യതയാണ് ഇല്ലാതാവുന്നതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. കേരളത്തിലും കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. തൃശൂർ അടാട്ട് 3-അംഗ കുടുംബം ആത്മഹത്യ ചെയ്ത നിലയിൽ. മാടശ്ശേരി വീട്ടിൽ സുമേഷ്, ഭാര്യ സംഗീത, മകൻ ഹരിൻ എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യാക്കുറിപ്പ് വീട്ടിൽ നിന്നും കണ്ടെത്തി. ഏകാദശി നിറവിൽ തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം. വ്രതപുണ്യവുമായി ആയിരങ്ങൾ വില്വാദ്രിനാഥനെ വണങ്ങാനെത്തി. ചരിത്രത്തിലെ ഏറ്റവും വലിയ നിരക്കിൽ സ്വർണം. 1 പവൻ സ്വർണത്തിന്റെ വില 48,080 രൂപയായി. ഗ്രാമിന് ചരിത്രത്തിൽ ആദ്യമായി 60,000 കടന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ 50 പേർക്ക് മാത്രം ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തിനെതിരെ വ്യാപക പ്രതിഷേധം. വിവിധ മേഖലകളിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ബഹിഷ്കരിച്ചു. നാളെ മഹാശിവരാത്രി. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വിശദമായ വാർത്തയിലേക്ക്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക്. ഡൽഹിയിലെ ബിജെപി ആസ്ഥാനത്തെത്തി ഇന്ന് വൈകിട്ട് അംഗത്വം സ്വീകരിക്കുമെന്ന് പത്മജ പറഞ്ഞു. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ അടക്കമുള്ള നേതാക്കളുമായി ഇന്നലെ ഡൽഹിയിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഇന്ന് പാർട്ടി അംഗത്വമെടുക്കാൻ പത്മജ വേണുഗോപാൽ തീരുമാനിച്ചത്. പത്മജ ബിജെപിയിലേക്ക് പോകുന്നു എന്ന അഭ്യൂഹം ഇന്നലെ രാവിലെ മുതൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ഉച്ചകഴിഞ്ഞ് ഇത് നിഷേധിച്ച് പത്മജ ഫേസ്ബുക്ക് പോസ്റ്റിട്ടു. വൈകിട്ടോടെ ആ പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു. അതിനിടയിലാണ് പത്മജ ഇന്ന് ബിജെപി അംഗത്വം സ്വീകരിക്കുമെന്ന വാർത്ത പുറത്തുവന്നത്. കോൺഗ്രസ് നേതൃത്വവുമായി പത്മജ കുറച്ചു കാലമായി നല്ല ബന്ധത്തിലല്ല. നേതൃത്വം തന്നെ തടയുന്നു എന്ന ആക്ഷേപം അവർ ഉന്നയിക്കുന്നുണ്ട്. രാജ്യസഭാ സീറ്റിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നെങ്കിലും അത് ലീഗിന് നൽകാമെന്ന ധാരണ അവരെ പ്രകോപിപ്പിച്ചു എന്നാണ് അറിയുന്നത്. തൃശൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചവർക്കെതിരെ നടപടി എടുത്തില്ല എന്ന ആരോപണവും അവർ ഉന്നയിച്ചിരുന്നു. പത്മജയുടെ ഈ അതൃപ്തികളെല്ലാം മുതലെടുത്തുകൊണ്ടാണ് ബിജെപി ഇപ്പോൾ ഈ നീക്കം നടത്തിയിരിക്കുന്നത്. തന്നെ ബിജെപിയാക്കിയത് കോൺഗ്രസ് ആണെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. ഗുരുവായൂരപ്പന്റെ ഭക്തനും ലീഡർ കെ കരുണാകരന്റെ ആരാധകനുമായി തന്നെ തിരഞ്ഞെടുക്കുന്നതിനുള്ള തീരുമാനം തൃശൂരിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നുവെന്ന് ടി.എൻ. പ്രതാപൻ എം.പി. പത്മജ വേണുഗോപാലിന്റെ ബിജെപി പ്രവേശന പശ്ചാത്തലത്തിൽ പൂങ്കുന്നത്തുള്ള ലീഡർ സ്മൃതിയിൽ പുഷ്പാർച്ചനയോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് സംസാരിക്കുകയായിരുന്നു ടി.എൻ. പ്രതാപൻ. ഇന്ന് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പാർട്ടി നേതാക്കന്മാരുടെ പ്രഥമ യോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നേരിട്ട് വിളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ മുതൽ പ്രവർത്തനത്തിൻ്റെ തുടങ്ങാനായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ലീഡറുടെ എല്ലാ അനുഗ്രഹവും ലീഡറുടെ എല്ലാ ആശീർവാദവും സ്വർഗത്തിലിരുന്നുകൊണ്ട് ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ലീഡറുടെ ഓർമ്മയ്ക്ക് മുന്നിൽ അങ്ങേയറ്റത്തെ ആദരവോടും ബഹുമാനത്തോടും കൂടി ശിരസ് കുനിക്കുകയാണ്. എല്ലാം ദൈവത്തിനും മുന്നിൽ സമർപ്പിക്കുന്നു. ലീഡറുടെയും തൃശ്ശൂരിലെ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളുടെയും മുന്നിൽ സമർപ്പിക്കും. പത്മജ വേണുഗോപാലിന്റെ ബിജെപി പ്രവേശന സാഹചര്യമാണോ ലീഡറുടെ ശവകുടീരത്തിൽ വന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ പ്രചാരണം തുടങ്ങാൻ കാരണമെന്ന ചോദ്യത്തിന് കോൺഗ്രസ് ജില്ലാ നേതൃയോഗ ദിവസമായ വ്യാഴാഴ്ച പുഷ്പാർച്ചനയോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങാൻ മുൻപേ തീരുമാനിച്ചിരുന്നതായിരുന്നുവെന്ന് പ്രതാപൻ പറഞ്ഞു. അതേസമയം പത്മജ വേണുഗോപാലിന്റെ ബിജെപി പ്രവേശനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അക്കാര്യം നേതൃത്വം വിശദമാക്കുമെന്നും കോൺഗ്രസ് ശക്തമായി മുന്നോട്ടു പോകുമെന്നുമായിരുന്നു ഡി.സി.സി പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ മറുപടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് യു.ഡി.എഫിനെ സംബന്ധിച്ചു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിക്കേണ്ട അനിവാര്യത നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിന് ഉജ്ജ്വല വിജയം ആവർത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിന്റെ ഉന്നത ലീഡർഷിപ്പ് കൃത്യമായി കാര്യങ്ങൾ പ്രതിപാദിക്കും. കെ.പി.സി.സി ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട്, ഡി.സി.സി വൈസ് പ്രസിഡന്റുമാരായ ഐ.പി. പോൾ, ജോസഫ് ടാജറ്റ്, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, മുൻ എം.എൽ.എ. അനിൽ അക്കര, കെ.പി.സി.സി സെക്രട്ടറി ജോൺ ഡാനിയൽ തുടങ്ങി ജില്ലാ കോൺഗ്രസ് ഭാരവാഹികൾ, പ്രവർത്തകർ
തുടങ്ങിയവർ സന്നിഹിതരായി. TCV ന്യൂസ്, തൃശൂർ. കോൺഗ്രസിലെ ഡസൻ കണക്കിന് ആളുകൾ ഓരോ ദിവസവും BJPയിലേക്ക് ചേക്കേറുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 അക്ക നമ്പർ ലഭിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്നാൽ കേരളത്തിൽ BJP ജയിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ജയിച്ചു വരുന്ന കോൺഗ്രസുകാർ BJPയിൽ പോകും. AK ആന്റണിയുടെ മകൻ പോയി. K കരുണാകരന്റെ മകൾ പോയിക്കൊണ്ടിരിക്കുന്നു. നാളെ ആരാണ് പോവുകയെന്ന് പറയാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ വിശ്വാസ്യതയാണ് ഇല്ലാതാവുന്നതെന്ന്. അതാണ് പ്രധാനം. കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവർ അവിടെ തന്നെ നിൽക്കുമോ എന്നത് വോട്ടർമാർ ചിന്തിക്കും. കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടുകളാണ് കാരണം. രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ മുൻ PCC പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ തുടങ്ങി നിരവധി പേരാണ് BJPയിൽ ചേർന്നിരിക്കുന്നത്. BJPയിലേക്ക് ചേരാൻ ഒരു കോൺഗ്രസ് നേതാവിനും കേരളത്തിലും മടിയില്ല എന്ന നില വന്നാൽ എന്താണ് അവസ്ഥയെന്ന് ചോദിച്ച് അദ്ദേഹം വടകരയിൽ ഇടതുമുന്നണി വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നും പറഞ്ഞു. കേരളത്തിലും കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. ഇനി CPMനെ നേരിടാൻ BJP മാത്രമാണുള്ളത്. EDയെ പേടിച്ചാണ് BJPയിലേക്ക് പോകുന്നതെന്ന ചിലരുടെ ആരോപണം പൊള്ളയാണ്. BJPയിലേക്ക് വരാൻ നേരത്തെ ചർച്ച നടത്തിയവരാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് CPM ധാരണയുണ്ടെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. അഭിമന്യു കൊലക്കേസിലെ തെളിവുകൾ കാണാതായത് ഇതിന്റെ ഭാഗമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂർ ആടാട്ട് അമ്പലങ്കാവിൽ ഒരു കുടുംബത്തിലെ 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. മാടശ്ശേരി വീട്ടിൽ ശിവശങ്കരൻ മകൻ 35 വയസ്സുള്ള സുമേഷ്, 33 വയസ്സുള്ള ഭാര്യ സംഗീത, 9 വയസ്സുള്ള ഓട്ടിസം ബാധിച്ച കുട്ടി ഹരിൻ എന്നിവരാണ് മരിച്ചത്. സുമേഷും ഭാര്യ സംഗീതയും തൂങ്ങി മരിച്ച നിലയിലും കുട്ടിയെ തറയിൽ പായിൽ മരിച്ചു കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്. നല്ല സാമ്പത്തിക ഭദ്രതയുള്ളതാണ് കുടുംബം. ഗൾഫിൽ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്ന സുമേഷ് കഴിഞ്ഞ നവംബറിലാണ് പുതിയ വീട് പണിത് താമസം തുടങ്ങിയത്. 2 ആഴ്ച മുൻപാണ് സുമേഷ് നാട്ടിലെത്തിയത്. അടുത്തയാഴ്ച വീണ്ടും ഗൾഫിലേക്ക് പോകാനിരിക്കെയായിരുന്നു സംഭവം. പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു. മകന് ഓട്ടിസം ബാധിച്ചതിലെ മനോവിഷമത്തിലായിരുന്നു കുടുംബം. ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക വിവരം. വീട്ടിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ഏകാദശി ഉത്സവം ആഘോഷിക്കുന്നു. വ്രതമെടുത്ത് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തുന്നത്. കുംഭമാസത്തിലെ കറുത്തപക്ഷ ഏകാദശി നാളിലാണ് തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ഏകാദശി ആഘോഷം. ക്ഷേത്രസന്നിധിയിൽ പൂമാലകളാലും കുലവാഴകളാലും അലങ്കരിച്ചത് വർണ്ണാഭമായ കാഴ്ചയായി. നിളയിൽ നിന്നും പുറപ്പെട്ട് ഉടുക്കുകൊട്ടിപ്പാടി വാലഗ്നിയേന്തി ക്ഷേത്രത്തിലെത്തുന്ന കുംഭാര സേവകരും ക്ഷേത്രത്തിലെ കിഴക്കേ നടയിലെ ഗവാള പൂജയും ഈ ദിവസത്തെ കാഴ്ചയാണ്. രാവിലെ ക്ഷേത്രത്തിനകത്ത് നങ്ങ്യാർ കൂത്ത്, സോപാന സംഗീതം, മണ്ണൂർ രാജകുമാരനുണ്ണി നയിച്ച ശ്രീ വില്വാദ്രിനാഥ സംഗീതോത്സവം, ശ്രീ ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനം എന്നിവ അരങ്ങേറി. നാളെ ദ്വാദശി വിളക്ക് ദിനത്തിൽ രാവിലെ ദ്വാദശി ഊട്ട് ഉണ്ടാകും. തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവ ദിനത്തിൽ കുംഭാര സേവകർ വില്വാമലയിലെത്തി. നിലയോരത്തെ പൂജകൾക്കു ശേഷമാണ് കുംഭാര സേവകർ വില്വാദ്രിനാഥ സന്നിധിയിൽ എത്തിച്ചേർന്നത്. ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവ ദിനത്തിൽ കുംഭാര സേവകരുടെ വരവിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നായാട്ടിനായി എത്തിയ കുംഭാരന്മാർക്ക് വനത്തിനുള്ളിൽ നിന്ന് ലഭിച്ച 2 വിഗ്രഹങ്ങളിലൊന്ന് കിഴക്കോട്ട് ദർശനമായും മറ്റൊന്ന് പടിഞ്ഞാറ് ദർശനമായും സ്ഥാപിച്ച് ആരാധിച്ചു പോന്നതായി ഐതിഹ്യമുണ്ട്. കൂടാതെ രാമരാവണ യുദ്ധത്തിലെ ലങ്കാദഹനത്തിന് ശേഷം ഹനുമാന്റെ വാലിലെ തീ അണയ്ക്കുന്നതിന് സഹായിച്ചത് കുംഭാര സമുദായക്കാരാണെന്നും സീതാദേവിയെ അഗ്നിശുദ്ധി വരുത്തി ഉടുക്കുവാദ്യത്തിന്റെ അകമ്പടിയോടെ വാനരപ്പട ശ്രീരാമസന്നിധിയിലേക്ക് ആനയിക്കുന്നു എന്ന വിശ്വാസവുമുണ്ട്. അതിരാവിലെ നിളാതീരത്തെത്തി പ്രത്യേക പൂജകൾക്ക് ശേഷം കൈകളിൽ ജ്വലിക്കുന്ന തീപ്പന്തങ്ങളും കൂടാതെ പുരുഷന്മാരും സ്ത്രീകളും ചെറിയവരും ഉറഞ്ഞുതുള്ളി ഉടുക്കടിച്ചു പാടിയും
രാമസങ്കീർത്തനങ്ങളും താളത്തിൽ ചുവടുവെച്ചുമാണ് കുംഭാരസേവകർ വില്വാതിരിനാഥനെ വണങ്ങാനായി എത്തിയത്. രാമഹനുമാന്മാരുടെ വിഗ്രഹങ്ങളും പൂജാ സാമഗ്രികൾ നിറച്ച പെട്ടിയും തലയിലേന്തി കുംഭാരസേവകർ ക്ഷേത്ര നടപ്പന്തലിൽ പ്രദക്ഷിണം നടത്തി. ഒരു മണ്ഡലകാലത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷമാണ് കുംഭാരസേവകർ ഏകാദശി ദിനത്തിൽ തിരുവില്ലാമലയിൽ എത്തുന്നത്. നാലമ്പലത്തിനകത്ത് കയറി പൂജകൾ നടത്തിയാണ് ഇവർ മടങ്ങിയത്. ചേലക്കര. ചരിത്രത്തിലെ ഏറ്റവും വലിയ നിരക്കിൽ സ്വർണം. ഒരു പവന് 320 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. വിപണിയിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില 48,080 രൂപയാണ്. ഒരു ഗ്രാമിന് 6,010 രൂപയാണ് ഇന്നത്തെ വില. അമേരിക്ക എക്കാലത്തെയും വലിയ പണപ്പെരുപ്പത്തെ അഭിമുഖീകരിക്കുന്നതാണ് വില വർധനവിന് പ്രധാന കാരണം. ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ 50 പേർക്ക് മാത്രം ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തിനെതിരെ വ്യാപക പ്രതിഷേധം. വിവിധ മേഖലകളിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ബഹിഷ്കരിച്ചു. ഗതാഗത വകുപ്പിന്റെ പരിഷ്കരണം പുനഃപരിശോധിക്കുന്നതുവരെ സമരം തുടരുമെന്നും സമിതി മുന്നറിയിപ്പ് നൽകി. ഗുരുവായൂർ സബ് RT ഓഫീസിൽ ബുധനാഴ്ച 100 പേരെയാണ് ടെസ്റ്റിന് ക്ഷണിച്ചിരിക്കുന്നത്. ഇവർക്ക് ലഭിച്ച നിർദ്ദേശപ്രകാരം പുലർച്ചെ 5 മണിക്ക് തന്നെ എല്ലാവരും കൂനമുച്ചിയിലെ ടെസ്റ്റ് കേന്ദ്രത്തിലെത്തി. എന്നാൽ ഇവരിൽ നിന്ന് സീനിയോറിറ്റി പ്രകാരമുള്ള 50 പേർക്ക് മാത്രമേ ടെസ്റ്റ് നൽകാനാവൂ എന്ന നിലപാടിലായിരുന്നു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ. ബാക്കിയുള്ളവരുടെ ടെസ്റ്റ് നടത്തുന്നത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് വിശദീകരണം നൽകാനുമായില്ല. ഇതോടെ ടെസ്റ്റിനെത്തിയവർ ക്ഷുഭിതരായി. ബുധനാഴ്ച വൈകിട്ട് നടന്ന RTO ഓൺലൈൻ മീറ്റിംഗിലാണ് ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകിയത്. ഇത് സംബന്ധിച്ച് സർക്കുലറോ രേഖാമൂലമുള്ള മറ്ററിയിപ്പുകളോ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കുകയാണെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി അറിയിച്ചു. നിലവിൽ 3 മാസത്തോളം കാത്തിരുന്നാണ് ടെസ്റ്റിന് അനുമതി ലഭിക്കുന്നത്. ടെസ്റ്റിനെത്തുന്നവരുടെ എണ്ണം 50ആയി കുറച്ചാൽ 10 മാസത്തോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. ഇതൊരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് സമിതി ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് PC നിഷിൽ, സെക്രട്ടറി MK അരവിന്ദാക്ഷൻ, ജോയിന്റ് സെക്രട്ടറി KR ഷൈൻ എന്നിവർ പറഞ്ഞു. ഒരു വിദ്യാർത്ഥി ഒരു ലൈസൻസിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ലേണിങ്ങിന് ഡേറ്റ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് 2.5 മാസത്തോളം അല്ലെങ്കിൽ 3 മാസത്തോളം കാത്തിരുന്നിട്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് ഒരു കുട്ടിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ഒരു സമയത്തിന് ശേഷം ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് എടുത്തിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഇന്ന് വന്ന് ഹാജരായിട്ടുള്ള കുട്ടികൾക്ക് 120 പേര് വന്നിട്ട് അതിൽ 50 പേർക്ക് മാത്രമാണ് ഇവർ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുള്ളതെന്നാണ് ഇന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞുള്ളത്. അപ്പോൾ ബാക്കിയുള്ള 70 ആൾക്കാർക്ക് എന്ന് ടെസ്റ്റ് നടത്തും എന്ന് യാതൊരു അറിയിപ്പും ഇവരുടെ ഭാഗത്തുനിന്നില്ല. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ 4 മാസത്തോളം കാത്തിരുന്നിട്ടാണ് 120 പേരെ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഇപ്പോൾ സാധിക്കുന്നത്. അപ്പോൾ 50 പേരാക്കി കുറച്ചിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ അത് 9 മാസം അല്ലെങ്കിൽ 10 മാസം ഒരാൾക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും. എന്നാൽ ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ടെസ്റ്റ് നടത്താനാകൂ എന്ന നിലപാടിലായിരുന്നു ഉദ്യോഗസ്ഥർ. ഇതോടെ പുലർച്ചെ 5 മുതൽ എത്തിയവർ മണിക്കൂറുകളോളം കാത്തുനിന്ന് മടങ്ങി. നിയമങ്ങൾ ജനങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടിയാകണമെന്നും ജനങ്ങളെ ദ്രോഹിക്കാനുള്ളതാകരുതെന്നും ടെസ്റ്റിനെത്തിയവർ പ്രതികരിച്ചു. ഞാനുൾപ്പെടെ ഒരു 100-ൽ പരം ആൾക്കാരാണ് ഇവിടെ ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ഗതാഗത മന്ത്രി ഇപ്പോൾ പെട്ടെന്ന് ഒരു നിയമം ഇറക്കിയതാണ്. പറയുകയാണ് ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന്. നമുക്ക് ഒരു 50 പേർക്ക് മാത്രമേ ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനുൾപ്പെടെ എല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഒരു എക്സാമിന് വേണ്ടി വന്നുള്ളത്. ഒരു ഉത്തരവ് ഇറക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ഒരു പുതിയ നിയമം വരികയാണെങ്കിലും എല്ലാവരും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞങ്ങളോട് ഇത്ര ആൾക്കാരോടും ചെയ്തത് നന്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പേഴ്സണലി. ഇതിപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറ്റില്ലല്ലോ. നമുക്ക് ഓരോ ആവശ്യങ്ങൾ മാറ്റി വെച്ചിട്ടെങ്കിലും ഞങ്ങൾ ഈ ഒരു സംഭവത്തിലേക്ക് വന്നത്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് പുറത്തിറങ്ങിയ ഉത്തരവ് മെയ് 1 മുതൽ പ്രാബല്യത്തിലാക്കാനായിരുന്നു തീരുമാനം. എന്നാൽ പുതിയ നിർദ്ദേശം ഒറ്റ രാത്രി കൊണ്ട് മാറ്റിയത് ടെസ്റ്റിനെത്തിയവർക്ക് ഇരുട്ടടിയായി. TCV ഗുരുവായൂർ. നാളെ മഹാശിവരാത്രി. ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ രാവിലെ 8-ന് കലാമണ്ഡലം വിനയന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അരങ്ങേറും. ഉച്ചതിരിഞ്ഞ് 3-ന് അമ്മന്നൂർ കുട്ടൻ ചാക്യാരുടെ കൂത്ത് അവതരണം ഉണ്ടാകും. വൈകിട്ട് 6-ന് ലക്ഷദീപം. രാത്രി 7 മുതൽ ശിവരാത്രി ഒരിക്കൽ ഭക്ഷണ വിതരണം എന്നിവ ഉണ്ടായിരിക്കും. രാത്രി 1:30-യോടെ ശിവരാത്രി പൂരം അരങ്ങേറും.
തൃശൂർ പൂരത്തിലെ പങ്കാളികളായ 10 ദേവീദേവന്മാരും അശോകേശ്വരം ദേവരും ഒരുമിച്ച് വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തും. ദേവീദേവന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. രാത്രി 10:30 അശോകേശ്വരം ദേവർ, ചെമ്പൂക്കാവ് ഭഗവതി, തിരുവമ്പാടി ഭഗവതി എന്നീ ദേവന്മാർ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. കലാമണ്ഡലം വിനയൻ നയിക്കുന്ന പഞ്ചവാദ്യവും കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളവും അകമ്പടിയാകും. രാത്രി 8:30 പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളത്തും ആരംഭിക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി 7 ദിവസത്തോളം നീണ്ടുനിന്ന നൃത്താർച്ചനയിൽ 75ഓളം നൃത്തവിദ്യാലയങ്ങളിൽ നിന്നുള്ള 1000ഓളം പേർ പങ്കെടുത്തു. ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ശങ്കരാചാര്യ പ്രതിഷ്ഠയ്ക്ക് ചുറ്റുമുള്ള ചുമർ ചിത്രങ്ങളുടെ നേത്ര ഉന്മീലനം ശില്പി പി ദിനേശ് രാമൻ നിർവഹിച്ചു. മന്ത്രി കെ രാജൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ സുദർശൻ, മെമ്പർ MB മുരളീധരൻ, മെമ്പർ പ്രേംരാജ്, ബോർഡ് സെക്രട്ടറി പി ബിന്ദു, സമിതി സെക്രട്ടറി ഹരിഹരൻ എന്നിവർ പങ്കെടുത്തു. മഹാശിവരാത്രി നാളിൽ നടക്കുന്ന സമൂഹാഭിഷേകത്തിനായി 3 മുറി 9 ശ്രീ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസം ശിവക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. വ്രതമെടുത്തുവരുന്ന ഭക്തർക്ക് ശ്രീകോവിലിനുള്ളിൽ പ്രവേശിച്ച് പൂജാരിയില്ലാതെ സ്വയം അഭിഷേകവും അർച്ചനയും നടത്താനാകുമെന്നതാണ് ഇവിടത്തെ പ്രത്യേകത. ശിവരാത്രി നാളിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ സമൂഹ അഭിഷേകം ഉണ്ടാകും. ശനിയാഴ്ച പുലർച്ചെ മുതൽ ശിവരാത്രി ബലിതർപ്പണവും ഉണ്ടാകും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിക്കും. വാടാനപ്പള്ളി ഇടശ്ശേരിക്ക് സമീപം ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ടോറസ് ലോറി ചരക്ക് ലോറിയിലിടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു. പെരിങ്ങോട് കോതച്ചിറ കുമാരന്റെ മകൻ വിപിനാണ് പരിക്കേറ്റത്. ഇന്ന് വെളുപ്പിനായിരുന്നു അപകടം. കൊല്ലത്തേക്ക് പഞ്ചസാരയുമായി പോയിരുന്ന ലോറിയുടെ പിറകിലാണ് ദേശീയപാത നിർമ്മാണത്തിന് മണ്ണുമായി പോയിരുന്ന ടോറസ് ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ടോറസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ വലപ്പാട്, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം വാഹനം വെട്ടിപ്പൊളിച്ച് 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് പുറത്തെടുത്തത്. കാലിന് പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടിക ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ PO വർഗീസ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വിജീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിശമന സേനാംഗങ്ങളാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. വരന്തരപ്പള്ളി ആറ്റപ്പള്ളിയിൽ പടക്കം പൊട്ടിത്തെറിച്ച് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. ആറ്റപ്പള്ളി പള്ളത്ത് വീട്ടിൽ ആൻഡുവിന്റെ മകൻ 12 വയസ്സുള്ള ഷാർബൻ, ആറ്റപ്പള്ളി വെളുത്തേടത്ത് വിശ്വന്റെ മകൻ 8 വയസ്സുള്ള അദ്വൈത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഷാർബന്റെ വലതുകൈയുടെ വിരലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അദ്വൈതിന്റെ പരിക്ക് നിസ്സാരമാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. വീടിന് സമീപത്തെ ഉത്സവം കഴിഞ്ഞ ക്ഷേത്രപ്പറമ്പിൽ പൊട്ടാതെ കിടന്ന പടക്കങ്ങൾ എടുത്ത് 2 പേരും ചേർന്ന് കൂട്ടിയിട്ട് കത്തിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ചാണ് അപകടം. ഇരുവരെയും കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളത്ത് അമിതഭാരം കയറ്റിയ ടോറസ് ലോറി വിജിലൻസ് പിടികൂടി. വിജിലൻസിന്റെ ഓപ്പറേഷൻ ഓവർലോഡിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ലോറി പിടികൂടിയത്. പിടികൂടിയ ടോറസ് ലോറി കുന്നംകുളം പോലീസിനും പിന്നീട് ജിയോളജി വകുപ്പിനും കൈമാറി. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധനയുടെ ഭാഗമായാണ് കുന്നംകുളത്ത് പരിശോധന നടത്തിയത്. രൂപമാറ്റം വരുത്തി വാഹനങ്ങൾ ഓവർലോഡ് കയറ്റുന്നുണ്ടോ എന്നും അമിതഭാരം കയറ്റി പോകുന്നതിനായി വാഹനങ്ങൾക്ക് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുന്നുണ്ടോ എന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിജിലൻസ് പ്രത്യേകമായി പരിശോധിക്കുന്നുണ്ട്. പഴഞ്ഞി MD കോളേജിൽ ജൂനിയർ വിദ്യാർത്ഥികളെ ആക്രമിച്ച സീനിയർ വിദ്യാർത്ഥിക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ ഹിലാൽ, കനിഷ് എന്നിവരെ ആക്രമിച്ച സംഭവത്തിൽ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥി അരുൺദാസിനെതിരായാണ് കുന്നംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. സംഭവത്തിൽ മർദ്ദനമേറ്റ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾ കോളേജ് പ്രിൻസിപ്പലിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ 3 പേരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ചൊവ്വാഴ്ച ഉച്ചയോടെ പരീക്ഷ എഴുതാനെത്തിയ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾ കോളേജിന്റെ ചവിട്ടുപടിയിൽ ഇരുന്ന സീനിയർ വിദ്യാർത്ഥി അരുൺദാസിനെ നോക്കി എന്ന കാരണത്താലാണ് ജൂനിയർ വിദ്യാർത്ഥികളായ ഇരുവരെയും മർദ്ദിച്ചതെന്ന് പറയുന്നു. പരീക്ഷ കഴിഞ്ഞ് പുറത്തുവരികയായിരുന്ന സമയത്ത് വീണ്ടും സീനിയർ വിദ്യാർത്ഥികൾ ഇരുവരെയും മർദ്ദിച്ചു. മർദ്ദനത്തെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ജൂനിയർ വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടി.
സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമായി കണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടതെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റും CPM പോളിറ്റ് ബ്യൂറോ അംഗവുമായ സുഭാഷിണി അലി. വനിതാ ദിനത്തോടനുബന്ധിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃശൂരിൽ സംഘടിപ്പിച്ച മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ തവണ കേരളത്തിൽ നിന്നും പാർലമെന്റിലെത്തിയ ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള UDF MPമാർ കേന്ദ്രത്തിന്റെ തെറ്റായ ബില്ലുകൾക്കെതിരെ യാതൊന്നും ചെയ്തില്ല. പുതിയ സാഹചര്യത്തിൽ സ്ത്രീകൾ തങ്ങളുടെ അവകാശങ്ങൾ മനസ്സിലാക്കി വേണം വോട്ട് ചെയ്യേണ്ടത്. ഈ പോരാട്ടത്തിന് കേരളത്തിൽ നിന്ന് എല്ലാ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ കേന്ദ്രത്തിന് എതിരായ പോരാട്ടം സാധ്യമാകൂ. ഇതിന് കേരളം രാജ്യത്തിന് മാതൃകയാവണമെന്നും അവർ പറഞ്ഞു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M. ഗിരിജാദേവി അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KR. വിജയ, ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KV. നഫീസ, KR. സീത തുടങ്ങിയവർ പങ്കെടുത്തു. കോർപ്പറേഷൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സംഗമത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് വനിതാ പ്രവർത്തകരാണ് പങ്കെടുത്തത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി എടവിലങ്ങ് പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന വീടിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. E.T. ടൈസൺ MLA തറക്കല്ലിടൽ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ KM. ശിവരാമൻ, വാർഡ് മെമ്പർ സുബി പ്രമോദ്, ബ്ലോക്ക് സെക്രട്ടറി NAM. അഷ്റഫ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CC. വത്സല എന്നിവർ സംസാരിച്ചു. അനധികൃത മദ്യവിൽപ്പന നടത്തിയ കരിക്കാട് സ്വദേശിയെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം പിടികൂടി. പെരുമ്പിലാവ് കരിക്കാട് സ്വദേശി ചീരൻ വീട്ടിൽ ടെന്നീസിനെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ P. ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഇയാളിൽ നിന്ന് 7 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എക്സൈസ് പിടിച്ചെടുത്തു. ഇയാൾ മദ്യവിൽപ്പനയ്ക്കായി ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PG. ശിവശങ്കരൻ, പ്രിവന്റീവ് ഓഫീസർമാരായ NR. രാജു, CB. സന്തോഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഗണേശൻ പിള്ള, ശ്രീരാഗ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇക്കുറിയും പുതിയ പാലമെന്ന വാഗ്ദാനവുമായി സ്ഥാനാർത്ഥികൾ വരുമെന്ന പ്രതീക്ഷയിലാണ് കൊടുങ്ങല്ലൂരിലെ ചാലക്കുളം പ്രദേശത്തുകാർ. 7 പതിറ്റാണ്ടിലധികം കാലപ്പഴക്കമുള്ള മേത്തലയിലെ മാണിമക്കത്തോട് പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങൾ ഏറെയായി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന പാലം ജീർണാവസ്ഥയിലാണ്. പണ്ടുകാലത്ത് കെട്ടുവള്ളങ്ങളും ചരക്കുവഞ്ചികളും കടന്നുപോകുന്ന വിധത്തിൽ ഉയരത്തിൽ പണിത നടപ്പാലം കോട്ടപ്പുറം ചന്തയെയും അഴീക്കോട് മേഖലയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന യാത്രാമാർഗമായിരുന്നു. മോട്ടോർ വാഹനങ്ങൾ സർവ്വസാധാരണമാകുന്നതിന് മുൻപ് ചന്തയിൽ നിന്നും ചരക്ക് തലച്ചുമടായി കൊണ്ടുപോയിരുന്നത് ഇതുവഴിയാണ്. പിന്നീട് മറ്റ് യാത്രാമാർഗങ്ങൾ വന്നതോടെ മാണിമക്കപ്പാലത്തിന്റെ പ്രൗഢി നഷ്ടപ്പെട്ടുവെങ്കിലും ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഇന്നും ഏറെയാണ്. ഈ പാലം പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഴീക്കോട് തുടങ്ങി കോട്ടപ്പുറം വരെയുള്ള ആൾക്കാർക്ക് ഈ എളുപ്പമാണ് യാത്ര വളരെ എളുപ്പമുണ്ട്. 2 വീലർ ആയാലും 4 വീലർ വരെയും പോകാമല്ല, നല്ല സൗകര്യങ്ങളുണ്ടാവും. ഇത്രയും വർഷം മറ്റുള്ള ആൾക്കാർ ഇപ്പോൾ ഇതിൽ വരുന്ന ആ വഴി തിരിഞ്ഞു പോകണം, TKS പുരം വഴി തിരിഞ്ഞു പോകണം. എത്രയോ സൗകര്യമൊന്നും എത്രയോ എളുപ്പം. തോട് പാലം നിർമ്മിക്കുമെന്ന വാഗ്ദാനം സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വയ്ക്കാറുണ്ടെന്നും എന്നാൽ അത് പ്രാവർത്തികമാകാറില്ലെന്നും നാട്ടുകാർ പറയുന്നു. കാലാകാലങ്ങളിൽ അഴീക്കോട് മുതൽ കോട്ടപ്പുറത്തും ചന്തയിലും മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ എളുപ്പവഴിക്ക് പോകുന്ന ഒരു പാലം വരുന്നത്. കുറച്ച് നാളുകളായിട്ട് ഈ പാലം ഇതേ കണ്ടീഷനിൽ വളരെ ജീർണാവസ്ഥയിലാണ്. മാറി ഇവിടെ ഭരിക്കുന്നവർ ഇലക്ഷൻ വരുന്ന ടൈമിൽ ഇതിപ്പോൾ ശരിയാവും അങ്ങനെ പല പ്രാവശ്യം ഇവിടെ 1 കോടിയുടെ 50 ലക്ഷത്തിൻ്റെ ഒക്കെ ബോർഡ് വെച്ച് ഇന്ന് വരെ ഈ പാലം വളരെ ഒന്നും കൂടെ മോശമാവാന്നല്ലാണ്ട് ഇതുവരെയും ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. മുസ്ലിം പൈതൃക പദ്ധതി പ്രദേശങ്ങളായ കോട്ടപ്പുറത്തെയും അഴീക്കോടിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും ദൂരം കുറഞ്ഞ വഴിയെന്ന സവിശേഷത മാണിമക്കപ്പാലം കടന്നുള്ള റോഡിനുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് നടപ്പാലമായി നിലകൊള്ളുന്ന ഏക പാലമാണിത്. പുതിയ പാലമെന്ന നാടിന്റെ ആവശ്യത്തിന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പോടെയെങ്കിലും പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടത്തുകാർ. TCV കൊടുങ്ങല്ലൂർ.
റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ച് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണ നടത്തി. റേഷൻ വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കുക, റേഷൻ കോട്ട വെട്ടിക്കുറച്ച് കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ കടകൾ അടച്ച് വ്യാപാരികൾ സമരം നടത്തിയത്. സമരത്തിന്റെ ഭാഗമായി കളക്ടറേറ്റിൽ സംഘടിപ്പിച്ച ധർണ AKR-RRDA സംസ്ഥാന സെക്രട്ടറി സെബാസ്റ്റ്യൻ ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ സംഘടനാ പ്രതിനിധികളായ കണ്ണൻ, PD പോൾ, PR സുന്ദരൻ, KK സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം യുവാവിന്റെ ഇരു കണ്ണുകളും നഷ്ടപ്പെട്ടതായി പരാതി. തൃക്കൂർ ഗാലക്സി നഗർ സ്വദേശി കുളങ്ങാട്ട് പറമ്പിൽ 36 വയസ്സുള്ള സനൂപിന്റെ കണ്ണുകളാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് എടുത്തുമാറ്റിയത്. അസ്വസ്ഥതകളെ തുടർന്ന് കഴിഞ്ഞ ജൂണിൽ ചികിത്സ തേടിയ സനൂപിന് ഡ്യൂട്ടി ഡോക്ടർ ഇഞ്ചക്ഷൻ നൽകിയിരുന്നു. പിന്നീട് ക്ഷീണവും തളർച്ചയും കണ്ണിൽ നിന്ന് ചുവപ്പ് നീര് വരികയും ചെയ്തതായി കുടുംബം പറയുന്നു. പിന്നീട് ICUവിലേക്കും വെന്റിലേറ്ററിലേക്കും മാറ്റിയ സനൂപിനെ MRI സ്കാനിങ്ങിന് വിധേയനാക്കി. ഇതോടെ ജീവൻ നിലനിർത്താൻ പഴുപ്പ് ബാധിച്ച 2 കണ്ണുകളും എടുത്തുമാറ്റണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. കണ്ണ് നീക്കം ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞ് നിർബന്ധിച്ച് ഡിസ്ചാർജ് നൽകി തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് വിടുകയും ചെയ്തതായി കുടുംബം ആരോപിക്കുന്നു. കണ്ണുമായി ബന്ധപ്പെട്ട ചികിത്സയുടെ യാതൊരു രേഖയോ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റോ നൽകിയില്ല. ഇതിനാൽ പിന്നീട് തുടർ ചികിത്സയ്ക്കായി പല ആശുപത്രികളെ സമീപിച്ചെങ്കിലും ഈ കാരണത്താൽ ചികിത്സാ നിഷേധമുണ്ടായതായും ബന്ധുക്കൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സനൂപിന് കണ്ണ് നഷ്ടപ്പെട്ടതോടെ കുടുംബത്തിന്റെ ഉപജീവനമാർഗം ഇല്ലാതായെന്നും കുടുംബം പറഞ്ഞു. വിഷയം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. സനൂപിന്റെ അച്ഛൻ ചന്ദ്രൻ, അമ്മ വത്സല, അയൽവാസി ജേക്കബ്, പൊതുപ്രവർത്തകൻ G രംഗനാഥൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. നീതിന്യായ സംവിധാനത്തിലെ പെൺപെരുമയുമായി കണ്ണകിയുടെ നഗരം. കൊടുങ്ങല്ലൂരിൽ പ്രവർത്തിക്കുന്ന 4 കോടതികളുടെയും ചുമതല വനിതകൾക്കാണെന്നത് യാദൃശ്ചികമായി കൊടുങ്ങല്ലൂർ ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി സ്പെഷ്യൽ ജഡ്ജി V വിനീത, കൊടുങ്ങല്ലൂർ മുൻസിഫ് K കാർത്തിക, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് KN ആശ, ഗ്രാമീണ ന്യായാലയം ന്യായാധികാരി റീജ R നായർ എന്നിവരാണവർ. വനിതാ ദിനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച ചടങ്ങിൽ 4 വനിതാ ന്യായാധിപമാരും ഒരുമിച്ചു. സ്പെഷ്യൽ ജഡ്ജി V വിനീത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുൻസിഫ് K കാർത്തിക വനിതാ ദിന സന്ദേശം നൽകി. അഡ്വക്കേറ്റ് NA സുജാത അധ്യക്ഷത വഹിച്ചു. മജിസ്ട്രേറ്റ് KN ആശ, ന്യായാധികാരി റീജ R നായർ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് KP മനോജ്, അഭിഭാഷകരായ CK പവിത്രൻ, KM നൂർജഹാൻ, AS നീതു, ഹാരിസ് എന്നിവർ സംസാരിച്ചു. പാവറട്ടി പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് കവുങ്ങുതൈകൾ വിതരണം ചെയ്തു. ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ട കർഷകർക്ക് മംഗള ഇനത്തിൽപ്പെട്ട കവുങ്ങുതൈകളാണ് വിതരണം ചെയ്തത്. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റെജീന കവുങ്ങുതൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CB ജോൺസൺ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃശൂർ മേഖല വനിതാ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല ഉദ്ഘാടനം ചെയ്തു. വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് KS നദീറ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജുവൽ ജോൺ ആലപ്പാട്ട്, VC ഭാരതി, PN മല്ലിക, KSSPA ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉഷ സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ശനിയാഴ്ച തൃശൂരിൽ നടക്കും. മിഷൻ ക്വാർട്ടേഴ്സ് ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം റവന്യൂ വകുപ്പ് അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്യും. 2023 നവംബർ മുതലുള്ള RCകളും ലൈസൻസുകളും ഉടമകൾക്ക് ലഭ്യമാകാത്തത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ ഇത്തരത്തിലുള്ള നടപടികൾ സംബന്ധിച്ച് സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് NN കൃഷ്ണകുമാർ, സെക്രട്ടറി VV മുജീബ് റഹ്മാൻ, ജോയിന്റ് സെക്രട്ടറി KB സുരേഷ് കുമാർ, വൈസ് പ്രസിഡന്റ് SA ആനന്ദ് അരവിന്ദ്, ട്രഷറർ PJ റെജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയ്ക്കു കീഴിലെ വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു.
സ്ത്രീ ശാക്തീകരണ പ്രവർത്തകയും മോട്ടിവേറ്ററുമായ നേഹ മേനോൻ ക്ലാസ് നയിച്ചു. പാട്ടുകളും കഥകളും എഴുതി കൊടകരയുടെ സാഹിത്യകാരിയായി മാറിയ എ രാധാമണി, സർക്കാർ സർവീസിലേക്ക് പ്രവേശിച്ച കേന്ദ്ര ഗ്രന്ഥശാല PSC പഠന കൂട്ടായ്മയിലെ അംഗം CM അഭിലാഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വാഴാനി ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് തുറക്കും. ഇന്നു മുതൽ 10 വരെ വടക്കാഞ്ചേരി പുഴയിലേക്കും 11 മുതൽ 20 വരെ കനാലിലേക്കും കുടിവെള്ള വിതരണത്തിനുമായാണ് ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്നത്. പുഴയോര നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കെട്ടുങ്ങൽ മഹല്ല് കമ്മിറ്റിയും ഗിദ്മയും ഇക്വ ഖത്തറും സംയുക്തമായി സമാദരണ ചടങ്ങ് നടത്തി. 2 പതിറ്റാണ്ടിലേറെയായി കെട്ടുങ്ങൽ മഹല്ലിൽ മയ്യത്ത് പരിപാലന രംഗത്ത് സേവനം ചെയ്യുന്ന AK കബീർ ഹാജിക്കാണ് ആദരണം നൽകിയത്. TN പ്രതാപൻ MP ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് RK ജലാലുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. AK കബീറിനെ മുരളി പെരുന്നല്ലി MLA ആദരിച്ചു. മഹല്ല് സെക്രട്ടറി PM അബ്ദുൾ ലത്തീഫ്, മഹല്ല് ഖത്തീബ് ജംഷിദ് വാഫി ഒടമല തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീകുറുമ്പ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് പാലക്കാട് കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ നിർധനരായ 100 കുടുംബങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം ശനിയാഴ്ച നടക്കും. 7000 ചതുരശ്ര അടി വിസ്തൃതിയിൽ 18 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓരോ വീടുകളും നിർമ്മിച്ചിരിക്കുന്നത്. 1000 നിർധനരായ കുടുംബങ്ങൾക്ക് സൗജന്യ വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുടെ ആദ്യഘട്ടമാണിത്. അടുത്ത 120 വീടുകളുടെ തറക്കല്ലിടൽ ചടങ്ങും ഇതോടൊപ്പം നടത്തും. ട്രസ്റ്റ് സീനിയർ മാനേജർ P പരമേശ്വരൻ, സാമൂഹ്യ ശാക്തീകരണ വിഭാഗം മാനേജർ N ഹരിദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര പഞ്ചായത്ത് ഹരിതകർമ്മസേനയുടെ തൊഴിൽ സംരംഭമായ ഇനോക്കുലത്തിന്റെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോയ് നെല്ലിശ്ശേരി, ദിവ്യ ഷാജു, ഹെൽത്ത് ഇൻസ്പെക്ടർ ലിതിൻ ദേവസി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ വിമല കോളേജ് ഏർപ്പെടുത്തിയ പ്രഥമ വിമല കർമ്മ ശ്രേഷ്ഠ പുരസ്കാരം കഥകളി ആചാര്യൻ പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിക്ക് സമ്മാനിക്കും. കലാ, വൈജ്ഞാനിക, ശാസ്ത്ര, സാഹിത്യ രംഗത്ത് അമൂല്യ സംഭാവനകൾ ചെയ്തിട്ടുള്ളതും വിദ്യാർത്ഥി സമൂഹത്തിന് മാതൃകയായിട്ടുള്ളതുമായ വ്യക്തികളെ ആദരിക്കുന്നതിനായിട്ടാണ് കോളേജിലെ അധ്യാപക രക്ഷാകർതൃ സമിതി പുരസ്കാരം ഏർപ്പെടുത്തിയത്. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 11-ന് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ സമ്മാനിക്കും. PTA സെക്രട്ടറി സന്തോഷ് P ജോസ്, വൈസ് പ്രസിഡന്റ് N ഹരീന്ദ്രൻ, മീഡിയ സെൽ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ K ബിനു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കണ്ണോത്ത് ജൈവകൃഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ടിഷ്യൂ കൾച്ചർ റോബസ്റ്റ് വാഴയുടെ വിളവെടുപ്പ് നടന്നു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ് അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് അംഗം ബസീജ വിജേഷ്, കൃഷി ഓഫീസർ ജേക്കബ് ഷേമോൻ എന്നിവർ പങ്കെടുത്തു. വരവൂർ പഞ്ചായത്ത് ജനകീയാസൂത്രണം ഉൾപ്പെടുത്തി തളി LP സ്കൂളിൽ നിർമ്മിച്ചു നൽകിയ വാട്ടർ കിയോസ്കിറ്റിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KK ബാബു അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA ഹിദായത്തുള്ള തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് ഈസ്റ്റ് UP സ്കൂളിലെ വാർഷികാഘോഷം എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് PV സുദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. SRG കൺവീനർ EV ബിനി വലപ്പാട്, AEO MA മറിയം, വാർഡ് മെമ്പർ ഹേന രമേശ്, K സത്യനാഥൻ, ഡോക്ടർ IK ഗോപാലകൃഷ്ണൻ, SNDP യോഗം യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണുംപുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. വരവൂർ പഞ്ചായത്ത് SC വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KK ബാബു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിമല പ്രഹ്ലാദൻ, TA ഹിദായത്തുള്ള തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും K കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ BJPയിലേക്ക്. തന്നെ BJPയാക്കിയത് കോൺഗ്രസ് ആണെന്ന് പത്മജ വേണുഗോപാൽ. ഗുരുവായൂരപ്പ ഭക്തനും ലീഡർ K കരുണാകരന്റെ ആരാധകനുമായ തന്നെ തിരഞ്ഞെടുക്കാനുള്ള തീരുമാനം തൃശൂരിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നുവെന്ന് TN പ്രതാപൻ MP.
പത്മജ വേണുഗോപാൽ പാർട്ടി വിടുന്നതോടെ കോൺഗ്രസിന്റെ വിശ്വാസ്യതയാണ് ഇല്ലാതാവുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിലും കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. തൃശൂർ അടാട്ട് 3-അംഗ കുടുംബം ആത്മഹത്യ ചെയ്ത നിലയിൽ. മാടശ്ശേരി വീട്ടിൽ സുമേഷ്, ഭാര്യ സംഗീത, മകൻ ഹരിൻ എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യാക്കുറിപ്പ് വീട്ടിൽ നിന്നും കണ്ടെത്തി. ഏകാദശി നിറവിൽ തിരുവില്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം. വ്രതപുണ്യവുമായി ആയിരങ്ങൾ വില്വാദ്രിനാഥനെ വണങ്ങാനെത്തി. ചരിത്രത്തിലെ ഏറ്റവും വലിയ നിരക്കിൽ സ്വർണം. 1 പവൻ സ്വർണത്തിന്റെ വില 48,080 രൂപയായി. ഗ്രാമിന് ചരിത്രത്തിൽ ആദ്യമായി 6,000 കടന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ 50 പേർക്ക് മാത്രം ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തിനെതിരെ വ്യാപക പ്രതിഷേധം. വിവിധ മേഖലകളിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ബഹിഷ്കരിച്ചു. നാളെ മഹാശിവരാത്രി. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.